അയക്കണമെന്നാണ് ചോദ്യം. ജിമ്മി, ഒരുപക്ഷേ ന്യൂനപക്ഷങ്ങൾ ഇത്രത്തോളം അരക്ഷിതാവസ്ഥയിലായ ഒരു കാലമില്ല എന്ന് തന്നെയാണ് പല ന്യൂനപക്ഷ സംഘടനകളും പറയുന്നത്. പക്ഷേ അപ്പോഴും ബി ജെ പിക്കെതിരെ ലെജിറ്റിമൈസ് ചെയ്യാൻ മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നു. കേരളത്തിലടക്കം നമ്മളത് കണ്ടതുമാണ്. ജോർജ് കുര്യൻ മന്ത്രിയാവുന്നതോടുകൂടി ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ഒരു പ്രതിനിധിയായി ഇതാ മന്ത്രിസഭയിൽ ജോർജ് കുര്യൻ വരുന്നുവെന്ന പ്രതീതി ഉണ്ടാവുന്നു. പക്ഷേ എല്ലാം ഇപ്പോൾ തകിടം മറിയുകയാണോ? ന്യൂനപക്ഷങ്ങൾ അരക്ഷിതാവസ്ഥയിലാണോ? അവർക്ക് ഭീഷണിയുണ്ടോ? ഈ തെങ്ങിനും കവുങ്ങിനും ഒരേ ത്ലാപ്പിട്ട് കയറാനുള്ളൊരു ശ്രമമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നടക്കില്ലല്ലോ. ഛത്തീസ്ഗഡിൽ ബി ജെ പി പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്രയാണ് അവിടുത്തെ ദളിത് ക്രിസ്ത്യാനികൾക്കെതിരായ അതിക്രമങ്ങൾ, അവിടെ മതപരിവർത്തനമെന്ന് അവർ വിചാരിക്കുന്ന കാര്യങ്ങളെ എതിർക്കുക. അതേസമയം കേരളത്തിലെ ബി ജെ പിക്ക് ക്രിസ്ത്യാനികളില്ലാതെ പറ്റുകയുമില്ല. ഒരിടത്ത് തെങ്ങാണ്, ഒരിടത്ത് കവുങ്ങാണ്. ബി ജെ പിയുടെ കയ്യിലാണെങ്കിൽ ബി ജെ പി എന്ന പാർട്ടിക്ക് ഒരൊറ്റ തളാപ്പേ ഉള്ളൂ. ഇതെന്ത് ചെയ്യും? അതുകൊണ്ട് ആദ്യത്തെ 4 ദിവസം ഛത്തീസ്ഗഡ് ബി ജെ പിക്ക് വേണ്ടി ബി ജെ പി ദേശീയ നേതൃത്വം അടക്കം ഒരു നാടകം കളിച്ചു. കന്യാസ്ത്രീകളെ പിടിച്ചകത്തിടുന്നു, അവർക്ക് ജാമ്യം നിഷേധിക്കുന്നു, വീണ്ടും കോടതിയിൽ പോകുമ്പോൾ അവിടെയും സർക്കാർ എതിരെ നിലപാടെടുക്കുന്നു. അങ്ങനെ ഒരു 4 ദിവസം കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നു. അവിടുത്തെ ഛത്തീസ്ഗഡിലെ ബി ജെ പിയുടെ മുഖ്യമന്ത്രി ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുകയാണ്, ഇവർ മതപരിവർത്തനത്തിന് വന്നതാണെന്നാണ് ഞാൻ കരുതുന്നത്. 4 ദിവസം കഴിയുമ്പോൾ അമിത്ഷാ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, ഒരു കാരണവശാലും ഇത് NIA കോടതിയിലേക്ക് പോകാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് ഇവർക്ക് ജാമ്യം നമ്മൾ കൊടുക്കാൻ പോവുകയാണ് എന്ന് UDF എം പിമാരെ അറിയിക്കുകയാണ്. ബി ജെ പി എം പിമാരെ പോലും അല്ല, UDF എം പിമാരെ അറിയിക്കുകയാണ്. ഇനി അടുത്ത 4 ദിവസം കേരള ബി ജെ പിക്ക് വേണ്ടി ദേശീയ നേതൃത്വം കളിക്കാൻ പോവുകയാണ്. തെങ്ങിൽ നിന്നിറങ്ങി ഇനി കവുങ്ങി കയറാൻ പോവുകയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു, ഈ കേസ് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല ബി ജെ പി ഭരിക്കുന്ന ഝാർഖണ്ഡിലെ സർക്കാർ, ഛത്തീസ്ഗഡിലെ സർക്കാർ. അവിടെ ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ജാമ്യം കിട്ടും, പക്ഷേ കേസ് അവിടെ തന്നെ നിൽക്കും. കേസിൻ്റെ മുഴുവൻ നൂലാമാലകൾക്കും ഈ കന്യാസ്ത്രീമാരും അതിൻ്റെ കൂടെയുള്ളവരും ഉത്തരം പറയേണ്ടി വരും. അങ്ങനെ തന്നെ